ഞാനൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, സർ തിയറി നന്നായിട്ട് പഠിച്ചു പക്ഷെ എന്താണെന്നറിയില്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റണില്ല. രണ്ട് കാര്യം കൊണ്ടാണ് അത് സംഭവിക്കുക. ഒന്ന്, തിയറി നന്നായി പഠിച്ചു എന്നുള്ളത് നമ്മുടെ തോന്നലാവാം. യഥാർത്ഥത്തിൽ ആ പഠനം അവിടെ കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊള്ളണമെന്നില്ല. ഇനി നന്നായി തിയറി പഠിച്ചാൽ പോലും പലപ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. കാരണം പ്രാക്ടീസിന്റെ കുറവാണ്. ഓൺലി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതൊക്കെ ഉണ്ടായാൽ പോലും എക്സാം ഹാളിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവിടെ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കാണ്. അത് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും പ്രയാസമുള്ള ചോദ്യങ്ങളാണെങ്കിലും ഒക്കെ 4 മാർക്കാണ്. ഒരു നെഗറ്റീവ് മാർക്ക് വന്നാൽ അതിന് -1 മാർക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിക്ക പരീക്ഷകളും നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 പാസ് ടെക്നിക്ക് ഉണ്ട്. 3 പാസ് ടെക്നിക്ക്. ഒറ്റ റൗണ്ടിൽ എക്സാം അപ്പിയർ ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ആദ്യത്തെ റൗണ്ടിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്തൊരു റൗണ്ടും തേർഡ് റൗണ്ടും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് 90 സെക്കൻഡ്സ് കൊണ്ട് നീറ്റിലോ ജെയിലോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു ജസ്റ്റ് കീപ് ഇറ്റ് അസൈഡ്. അത് മാറ്റി വെക്കണം. അവിടെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, യുവർ ഈഗോ ഈസ് യുവർ എനിമി. അതെങ്ങനെ? ഇപ്പോ ഞാനൊരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് ചാപ്റ്ററിൽ. അപ്പോ പക്ഷേ എക്സാമിന് അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്ത് നിന്ന് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത് കരുതുക. പക്ഷെ അവിടെ എന്റെ ഈഗോ വർക്ക് ചെയ്യും. ഞാൻ നന്നായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്, അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ചാപ്റ്റർ ആണല്ലോ, അതിൽ വന്ന ചോദ്യം പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലുള്ള ഒരു ഈഗോ വർക്ക് ചെയ്താൽ കാര്യം പ്രശ്നമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷത്തെ 2025 നീറ്റ് പരീക്ഷയ്ക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ വളരെ അഡ്വാൻസ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ആ ചാപ്റ്റർ നന്നായി പഠിച്ചൊരു കുട്ടിക്ക് തോന്നണേ, ഈ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ ചെയ്തിരിക്കും എന്ന് കരുതി ആ ക്വസ്റ്റ്യൻമേൽ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നഷ്ടപ്പെടുമായിരുന്നു.